ചേച്ചിക്ക് ഇപ്പോഴും പേഴ്സണൽ ആയിട്ട് ആരോടെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനുള്ള ദേഷ്യമുണ്ടോ? ആദിലാനൂറ മസ്താനിയാണ്. മസ്താനി വരെ ഓർത്ത മസ്താനി ചിന്തിച്ച രേണുസുതി അല്ല രേണുസുതി. അനീഷ് വിന്നറാവുന്നാണ് ഞാനും ഓർത്തത്. എനിക്കിഷ്ടമാണ് അനീഷിനെ. ജീവിതം കുളമാകാതിരുന്നാൽ മതി, പക്ഷെ എല്ലാം ഒരിക്കലും ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കൂടുതൽ ചീഞ്ഞു നാറുന്നതിന് പിന്നെ ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ചേച്ചിക്ക് വിഷമം ഉണ്ടായിരുന്നോ ബാക്കിയുള്ളവരൊക്കെ പിരിയുന്നതിലും കാര്യങ്ങളൊക്കെ? ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ശാരിക എൻ്റെ നല്ല ഫ്രണ്ടായിരുന്നു. അവള് ആദിലാനൂറ, അങ്ങനെ കുറെ പേരുണ്ട്. നമുക്ക് പേര് പറയാനും ഒത്തിരി പേരുണ്ട്. അവരെയൊക്കെ മിസ് ചെയ്യുന്നതിന് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. ഇറങ്ങിയതിന് ശേഷം ആരെങ്കിലും കാണുമോ, മീറ്റ് ചെയ്യോ? ഇറങ്ങിയതിന് ശേഷം ശാരികനെ കണ്ടായിരുന്നു. അല്ല, റീഎൻട്രിക്ക് ശേഷം പിന്നെ ആരെയും കണ്ടിട്ടില്ല. റീഎൻട്രിക്ക് ശേഷം ആരെയും കണ്ടിട്ടില്ല, വിളിച്ച് അത്രേ ഉള്ളൂ. ഇപ്പോഴും ഇപ്പോഴും റീഎൻട്രിയും കഴിഞ്ഞ എല്ലാ ബിഗ് ബോസും കഴിഞ്ഞതിന് ശേഷവും ഇപ്പോഴും കോണ്ടാക്ട് നിലനിർത്തണം എന്ന് തോന്നിയ ഒരാള് ശാരിക അല്ലാതെ? ശാരിക എപ്പോഴും ഉണ്ടാവും, ശാരിക അല്ലാതെ വേറെ ആരായിരിക്കും? ബിൻസി, ആദിലാനൂറ, നെവിൻ, ഇവരെയൊക്കെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. പ്രവീണിനെ വിളിക്കാറുണ്ട്. നെവിനെ കുറച്ച് ദിവസം മുന്നേ വിളിച്ചായിരുന്നു. പിന്നെ അങ്ങനെ ഉണ്ടായിരുന്നു. നമ്മളുടെ അനീഷ് ഏട്ടൻ ഫസ്റ്റ് റണ്ണറപ്പ് അനീഷിനെ വിളിച്ചായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് ആയതിനു ശേഷം അനീഷ് ഏട്ടൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ വിഷമായിട്ടോ? അല്ലെങ്കിൽ അനീഷ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ അനീഷ് വിന്നറാവുന്നാണ് ഞാനും ഓർത്തത്. എന്തായാലും എനിക്ക് അനീഷിനോട് ഭയങ്കര സ്നേഹം മാത്രം. നല്ലൊരാളാണ്, സംസാരത്തിൽ തന്നെ നല്ല എളിമയാണ്. സോ എനിക്കിഷ്ടമാണ് അനീഷിനെ. അടിപൊളി. ഇപ്പോഴും കോണ്ടാക്ട് നിലനിൽക്കുന്നുണ്ടോ അനീഷ്? എനിക്ക് തോന്നുന്നത് അനീഷ് നല്ല തിരക്കാന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ അനീഷിനെ വിളിച്ചായിരുന്നു. ഇപ്പൊ എന്നെ വിളിക്കാന്ന് പറഞ്ഞ് ഫ്രീ ആകുമ്പോ വിളിച്ചിട്ട് കിട്ടാത്ത തിരക്കായതുകൊണ്ടായിരിക്കാം. ഈ ബിഗ് ബോസിന് ഇറങ്ങിയതിനു ശേഷം ഇവർക്കൊക്കെ കിട്ടിയ സ്വീകരണം, അനുമോൾക്കായാലും അനീഷിനായാലും ഒരു ജനക്കൂട്ടം കണ്ടവരുന്നു ആ വീഡിയോസ് ഒക്കെ? അനീഷിന്റെ അനുമോളുടെ ഒക്കെ ഞാൻ കണ്ടു വീഡിയോസ്. കണ്ടപ്പോ എന്താ തോന്നിയത്? സന്തോഷം തോന്നി, അല്ലാതെ നമുക്ക് എന്ത് സന്തോഷം. ചേച്ചിക്ക് അപ്പോഴും വാക്കൗട്ട് ആവണ്ട ഫൈനൽ ഒരിക്കലും ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. വാക്കൗട്ട് ആയ നല്ല സമയത്താണ്. അതുകൊണ്ട് കൂടുതൽ ചീഞ്ഞു നാറുന്നതിന് പിന്നെ ഞാൻ സ്ഥലം വിട്ടു. നിന്നെങ്കിൽ ഒരു പക്ഷെ ഫൈനൽ ഫൈവിൽ എത്തായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഒരു റിഗ്രറ്റ് തോന്നിയില്ലേ? നിക്കാമായിരുന്നു. നിന്നിരുന്നെങ്കിൽ ഫൈനൽ ഫൈവിൽ എത്തായിരുന്നെന്ന് എന്നോട് കുറെ പേര് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു പ്രശ്നവും തോന്നിയിട്ടില്ല. നഷ്ടമായല്ലോ എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അത് അന്നും തോന്നിയിട്ടില്ല, ഇന്നും തോന്നിയിട്ടില്ല. ചേച്ചിക്ക് ഇപ്പോഴും പേഴ്സണൽ ആയിട്ട് ആരോടെങ്കിലും ആ ബിഗ് ബോസ് ഹൗസിനുള്ള ദേഷ്യമുണ്ടോ? പേഴ്സണൽ ആയിട്ട് ആരോടും ഒരു ദേഷ്യമില്ല. പുറത്തിറങ്ങിയതിന് ശേഷം ഇല്ല. കാരണം മസ്താനിയാണ്. മസ്താനി വരെ ഓർത്തത് റീഎൻട്രിക്ക് മസ്താനിയെ വല്ലോ വഴക്ക് പിടിക്കുവോ, പഴയ കാര്യങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും പറയുമോ എന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഓടിച്ചെന്ന് മസ്താനിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു, നെറ്റിൽ ഉമ്മ കൊടുത്തു, അതൊക്കെ ഞാൻ ചെയ്തു. സോ എന്താ പറയാ, മസ്താനി ചിന്തിച്ച രേണുസുതി അല്ല രേണുസുതി, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിന്തിച്ച പോലെ അല്ല രേണുസുതി. നമ്മുടെ മനസ്സിലൊരു നന്മയുണ്ട്, അതായത് നമ്മൾ ക്ഷമിക്കാനുള്ള ഒരു കഴിവുണ്ട്. സോ അതൊക്കെ നമ്മൾ അവരോട് ക്ഷമിച്ചു. ഇനി ഇതിന് ശേഷം ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടോ ബിഗ് ബോസിൽ എല്ലാവരുമായിട്ട്? എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. കാരണം ഉണ്ടായിരിക്കാം. കാരണം ഗ്രൂപ്പിൽ കോണ്ടാക്ട് ഉണ്ട്. ഞാൻ ഗ്രൂപ്പിലുണ്ടെങ്കിൽ പോലും എനിക്കത് കോണ്ടാക്ട് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ്. എല്ലാരേക്കാളും ഏറ്റവും കൂടുതൽ തിരക്കിലായത് രേണു ചേച്ചി എല്ലാരും പറയുന്നുണ്ട്. ബിഗ് ബോസ് ഇന്റർനാഷണൽ സെലിബ്രിറ്റി ആയെന്നാ പറയുന്നത്. ഇന്റർനാഷണൽ സെലിബ്രിറ്റി ദുബായിൽ പോയി, ബഹ്റിനിൽ പോയി, അതിനുശേഷം വീണ്ടും ദുബായിൽ പോവാണ്. റോസസ് ഡ്യൂവിന്റെ പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ദുബായിലേക്ക്. അതെ. ഇനിയിപ്പം അങ്ങോട്ടേക്ക് വിദേശത്തേക്ക് തന്നെ ഇനോഗ്രേഷൻ സെറ്റിൽഡ് ആവാനാണോ? അത് അന്ന് നമ്മുടെ സ്പൈക്കുട്ടം വരെ എന്നെ കളിയാക്കിയല്ലോ ഫിനാലേക്ക്. അതെ. ഒരു കോമഡി സ്കിറ്റില് അല്ല, ഇടയ്ക്ക് സ്പൈക്കുട്ടം വന്നു. ലാലോട് ചോദിച്ചു എന്താ സ്പൈക്കുട്ടം, അപ്പൊ ചെവിയിലെന്തോ പറഞ്ഞു. അതെ, പുള്ളിക്ക് ഇവിടെ നിക്കാൻ സമയമില്ല, പുള്ളി ദുബായിലും ബഹറിലും അമേരിക്കയിലൊക്കെ ഇനോഗ്രേഷന് വേണ്ടിട്ട് പോവാന്ന്. ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടായിരുന്നല്ലോ ലാലേട്ടനായിട്ടുള്ളത്. ആ ഫോട്ടോ ഫ്രെയിം ഇപ്പൊ വീട്ടിലുണ്ട്. അത് കിട്ടിയപ്പോ എങ്ങനെയായിരുന്നു? ഒരു ഹാപ്പി മൊമെന്റ്, നമുക്ക് എന്നെന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന നിമിഷം. ശരിക്കും മുമ്പും ചോദിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരുന്നു. ശരിക്കും മനസന്തോഷം കാരണമാണ് ഈ സൗന്ദര്യം ഇങ്ങനെ കൂടി വരുന്നത്? ഒരിക്കലും അല്ല, മനസന്തോഷം കാരണമൊന്നുമല്ല. നല്ല ഒന്നാന്തര ട്രീറ്റ്മെന്റ് ആണ് ചെയ്യുന്നത്.
പലരും പറയുന്നില്ലല്ലേ, മിക്കവരും പലരും തുറന്നു പറയാൻ മടിക്കുന്ന കാര്യമാണ്. ഞാൻ റൂമേല് പോയി ട്രീറ്റ്മെന്റ് എടുത്തു. ഗ്ലൂട്ടാത്തയോൺ അറിയാലോ, അതിന്റെ സിറ്റിംഗ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഹെയറും എല്ലാം, അങ്ങനെ എൻ്റെ സ്കിന്നിന്റെ എവറി ട്രീറ്റ്മെന്റ് അവരാണ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം പണ്ടത്തെക്കാളും കുറച്ചും കൂടി ഒരു വലിയ ഫെയിം ആയി തോന്നുന്നുണ്ടോ? പണ്ടത്തെക്കാളും കുറച്ചുകൂടെ വലിയ ഫെയിം എന്ന് പറഞ്ഞാൽ എനിക്ക് ബിഗ് ബോസ് സെലിബ്രിറ്റി ആയി എന്ന് തോന്നുന്നുണ്ട്. പിന്നെ എന്റെ പല്ലിനൊരു കുറച്ച് പ്രശ്നമുണ്ട്. അതിപ്പം നൊവോ കെയർ എന്ന് പറയുന്ന നമ്മുടെ ഹോസ്പിറ്റലുകാർ ക്ലിനിക്ക് അത് ഓക്കെ ആക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ്. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. എനിക്കൊന്നും സമയം കിട്ടി കഴിഞ്ഞാൽ റെസ്റ്റ് വേണമല്ലോ പല്ലിന്റെ പ്രശ്നമൊക്കെ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. ഇപ്പൊ എല്ലാം കൊളാബിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജീവിതം കൊളവാകാതിരുന്നാൽ മതി, പക്ഷെ എല്ലാം കൊളാബാ പോയിക്കൊണ്ടിരിക്കുന്നത്. പൈസ കൊടുത്തൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല, എല്ലാം ഇങ്ങനെ ഫ്രീ ആയിട്ട് വരുന്നത്. നിങ്ങൾ തരും ചെയ്യും, പേയ്മെന്റ് തരും ചെയ്യും, പേയ്മെന്റിനും ചെയ്യും. കാർ വാങ്ങാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഉടനെ ഒരു വണ്ടി മേടിക്കും. കിച്ചു മൃദപ്പനൊക്കെ എന്ത് പറയുന്നു? രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുന്നു. ആണ്.